കുറച്ചുകൂടി ഒരു ശൈലി മാറ്റം പൊതുവെ എല്ലാ കാര്യത്തിലും കുറച്ചുകൂടി കെയർഫുൾ ആവണം, കുറച്ചുകൂടി കെയർഫുൾ ആവണം. ശൈലി മാറ്റം വേണം, കുറെ കൂടി കെയർഫുൾ ആയിരിക്കണം. അതാണ് അതിനകത്ത് പ്രധാന കാര്യം. ഓരോ അരുൺകുമാർ മാത്രമല്ല, അതെ 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 ഒരു തമാശയ്ക്ക് വേണ്ടി പറയുന്നത്, ആലങ്കാരികമായി പറയുന്നത് 24 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ നടപ്പാക്കുന്നു പറഞ്ഞാൽ പിന്നെ വാച്ച് നോക്കിയിരിക്കുകയാണ് 24 മണിക്കൂറിന്. അപ്പോൾ അങ്ങനെയല്ല, അതൊക്കെ ചില പ്രയോഗങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് തീരും, പെട്ടെന്ന് എടുക്കും എന്നുള്ള പ്രയോഗമാണ് നടത്തുന്നത്. പക്ഷെ ഇക്കാലത്ത് അങ്ങനെയല്ല. എന്നിട്ട് അത് കാണിക്കും 24 മണിക്കൂർ. ഇപ്പോൾ കഴിഞ്ഞ 48 മണിക്കൂറായി, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഇന്നത്തെ ഒരു കാലഘട്ടം. അതുകൊണ്ട് അതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വളരെ കെയർഫുൾ ആവേണ്ട ഒരു കാലഘട്ടമാണത്. ഏറ്റവും ആ ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ മൊബൈൽ ഫോണും കാര്യങ്ങളും ഇല്ലാത്ത കാലത്തുള്ള മന്ത്രിമാരുടെ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, സത്യമാണ്. ഈ കംപ്ലീറ്റ് ഓഡിറ്റിങ്, എല്ലാവരും പത്രക്കാരായി മാറുന്നൊരു കാലമാണ്. മാത്രമല്ല, നമ്മുടെ ശത്രുതയുണ്ടെങ്കിൽ ആദ്യം മൊബൈൽ ഫോൺ പോക്കറ്റ് വെച്ചോണ്ടായിരിക്കും വരുന്നത്. അതെ അതെ, ഞാനൊരു രഹസ്യം പറഞ്ഞു തന്നതാണ്, എന്നാൽ പോലും. അതെ 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 അതൊക്കെ അറിയുന്ന രഹസ്യങ്ങളാണ്. പലതരത്തിലും നമ്മളെ കുടിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുമല്ലോ. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഞാൻ പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യം കൂടിയാണ്. നമ്മുടെ KC വേണുഗോപാൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, സങ്കടമൊക്കെ മാറിയോ KCയുടെ? അങ്ങനെ അദ്ദേഹം എന്ന് പറയുന്നത് എത്രയോ കാലങ്ങളായിട്ട് കേരളത്തിലെ KSUവിലൂടെ വന്ന ഒരു നേതാവാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അതിനകത്ത് KSU സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, പിന്നീട് MLA, മന്ത്രി, MP, കേന്ദ്രമന്ത്രി, പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്തെടുക്കുന്ന തീരുമാനങ്ങളും അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വ്യക്തിപരമായ സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒന്നും അതിനകത്തൊരു പ്രസക്തിയില്ല. അതിനകത്ത് അദ്ദേഹമാണ് ഏറ്റവും ഇന്ന് നിങ്ങൾ പല രീതിയിൽ എഴുതിയെങ്കിലും ഒരിടത്തും അദ്ദേഹം ഞാൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വരുന്നു എന്നൊന്നും നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ വലിയ ചർച്ചയുടെ ഭാഗമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം MLA-മാരുടെയൊക്കെ അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവും. അത് ഞങ്ങൾ പാർട്ടിക്കകത്ത് പറയും. അത് പാർട്ടി നേതൃത്വത്തോടാണ് പറയുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ഒരാളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല രീതിയിൽ പിന്തുണയ്ക്കുകയാണ്. അങ്ങനെ ആ രീതിയിൽ അത് ഏറ്റവും മനോഹരമായി തന്നെ ആ ഒരു ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുകയും അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളിലും ശ്രീ VD സതീശന് ഈ പാർട്ടിക്കും അതുപോലെ ഈ പാർട്ടി ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട പിന്തുണയെക്കുറിച്ചുമൊക്കെ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഓർമ്മിപ്പിക്കുന്നത് ശ്രീ KC വേണുഗോപാലാണ്. ഇത് ജനങ്ങളുടെ ഗവൺമെൻറ്റാണ്, അത് പാർട്ടി ആ അർത്ഥത്തിൽ തന്നെ ഈ ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കണം എന്നാണ് അദ്ദേഹം എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്.